ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബു അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ഇന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു മുരാരി ബാബു ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടെ അന്ത്യം സംഭവിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനൊരു സ്ഥിരീകരണം കൂടി വരാനുണ്ട്. ഒപ്പം മുരാരി ബാബുവിന്റെ മൃതദേഹം ഇവിടെ നിന്നും അമൃത ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, അതായത് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് മുരാരി ബാബുവിന്റെ പേരുകൾ വാർത്തകളിൽ നിറഞ്ഞത്. ദ്വാരപാലക, കച്ചളപ്പാളി കേസുകളിൽ മുരാരി ബാബുവിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആദ്യം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആളും മുരാരി ബാബുവാണ്. ഈ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം മുരാരി ബാബുവിന് ലഭിച്ചത്. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ മുരാരി ബാബു ഇടപെട്ടാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിന് അയച്ചത് എന്നും SIT അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുരാരി ബാബുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 6ാം പ്രതിയാണ് മുരാരി ബാബു. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബു അന്തരിച്ചിരിക്കുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.